അയ്യോ എന്നെ എടുക്കണ അയ്യോ എന്നെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെ ജയിക്കത്തുള്ളൂ. ഒരു സംശയവും വേണ്ട. അദ്ദേഹം നല്ല പ്രവർത്തനമല്ലേ കാഴ്ചവെച്ചേക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം, മിനിസ്റ്ററായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും നാട്ടുകാരുടെ വളരെ സാധാരണ മനുഷ്യനല്ലേ അദ്ദേഹം. ടി മുരളീധരൻ മാറ്റമില്ല. അയ്യപ്പനെ വരെ വിറ്റ് തിന്നുന്ന ഇനി ജയിച്ചാൽ പിന്നെ ഇനി നമ്മൾ ഇവിടെ ജീവിക്കാൻ പറ്റും. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഴക്കൂട്ടത്തട BJPയുടെ A ക്ലാസ് മണ്ഡലം എന്ന് പറയുന്ന സ്ഥലം. BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് പ്രധാനമായിട്ടും 4 സ്ഥലങ്ങളിലാണ് പ്രതീക്ഷയുള്ളത്. ആ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലം എന്ന് പറയുന്നത് കഴക്കൂട്ടാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ബാക്കിലായിരുന്ന BJP കഴിഞ്ഞ അടുത്തടുത്ത തെരഞ്ഞെടുപ്പില് മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അതായത് LDF UDF മത്സരം ഉണ്ടായിരുന്ന കഴക്കൂട്ടത്ത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് LDF BJP മത്സരമാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള മണ്ഡലമായിട്ട് കഴക്കൂട്ടം മാറുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം, LDF സർക്കാർ ഇത്തവണ ഭയക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഒന്നാണ്, അവർക്ക് തിരിച്ചടിയാകുമെന്ന് കരുതുന്ന ഒരുപാട് വിഷയങ്ങൾ ഒന്നാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. ഈ കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ കടകംപള്ളി സുരേന്ദ്രനാണ് ഇവിടുത്തെ MLA, അദ്ദേഹമാണ് LDF സ്ഥാനാർത്ഥി. ഇത് ആകെ മൊത്തം LDF സർക്കാരിന് തിരിച്ചടിയാകും, സംസ്ഥാനം ഒട്ടാകെ തിരിച്ചടിയാകുമെന്ന ഭയം നിൽക്കുമ്പോൾ തന്നെ കഴക്കൂട്ടത്ത് അത് എങ്ങനെ എത്രത്തോളം ബാധിക്കുമെന്നൊരു ചോദ്യവും കൂടി ഇവിടെ ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരുന്ന സമയത്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നത്. ആ ആരോപണങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇരു മുന്നണികളും ഇപ്പോ പ്രധാനമായിട്ട് ആയുധമാക്കി മാറ്റുന്നതും ഈ ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ്. എന്തായാലും LDF BJP അതുപോലെ തന്നെ UDF എന്ന് പറയുന്ന 3 മുന്നണികളും UDFന്റെ ശരത്ചന്ദ്ര പ്രസാദ് അദ്ദേഹവും ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ്. അപ്പം ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുന്ന ഈ ഒരു കഴക്കൂട്ടത്തെ ജനങ്ങളുടെ മനസ്സിൽ എന്താണ് എന്നറിയാനാണ് അവരുടെ പ്രതികരണങ്ങളിൽ. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രനെ ജയിക്കത്തുള്ളൂ. ഒരു സംശയവും വേണ്ട. അദ്ദേഹം നല്ല പ്രവർത്തനമല്ലേ കാഴ്ചവെച്ചേക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനം, മിനിസ്റ്ററായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും നാട്ടുകാരുടെ വളരെ സാധാരണ മനുഷ്യനല്ലേ അദ്ദേഹം. അതൊക്കെ ഇതിനെ വലിച്ചെടുക്കുന്ന ചുമ്മാ രാഷ്ട്രീയ തന്ത്രങ്ങളല്ലേ. എന്താ പിടിക്കാത്തത്? എന്നിട്ട് പിടിക്കാത്തവര് CPIയും ഇന്റർനാഷണൽ എല്ലാം അവരെ കല്ലിലേ ഇരിക്കുന്ന, കേന്ദ്രം ഭരിക്കുന്ന BJPയിലെ കല്ലിലേ ഇരിക്കുന്ന. അങ്ങനെ ഉണ്ടെങ്കിൽ പിടിച്ചൂടെ അവർക്ക്? സംസ്ഥാന സർക്കാരിന്റെയും മേളിലല്ലേ, ഹൈക്കോടതി നിശ്ചയിച്ച ആൾക്കാരല്ലേ ഇത് അന്വേഷിക്കുന്നത്, അവർ പിടിക്കണ്ടേ? അപ്പൊ അതിന്റെ അർത്ഥത്തിൽ കള്ളം, രാഷ്ട്രീയ തന്ത്രം. കഴിഞ്ഞ മുമ്പിലത്തെ ഇലക്ഷന് അയ്യപ്പന്റെ സ്ത്രീകളെ കയറ്റി എന്നുള്ള പ്രശ്നമായിരുന്നു. ഇപ്പൊ അയ്യപ്പന്റെ സ്വർണം കട്ടുന്നു. അയ്യപ്പന്റെ സ്വർണം കെട്ടാരെന്ന് ഇപ്പൊ കണ്ടല്ലോ. തന്ത്രി ഉൾപ്പെടെ അകത്ത് കിടന്നതല്ലേ. കടകംപള്ളി ദേഹത്ത് തൊട്ടോ? പോലീസ് സ്പർശിച്ചോ? ഇന്റലിജൻസ് ആയാലും ആരായാലും അന്വേഷിച്ചു പിടിച്ചോ? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ രാഷ്ട്രീയ തന്ത്രം, വേറെ ഒന്നുമില്ല. തുടരും 100% അടിപൊളി വരണല്ലേ. എന്താ കുഴപ്പം? ഞാൻ എറണാകുളത്തുള്ള അടിപൊളി വരണോ. LDF ഭരിച്ചാലേ ഗുണമുള്ളൂ ഞങ്ങൾക്കും പാവപ്പെട്ട എല്ലാവർക്കും. അവരെന്നെ പറഞ്ഞത്. ടി മുരളീധരൻ മാറ്റമില്ല. അയ്യപ്പനെ വരെ വിറ്റ് തിന്നുന്ന ഇനി ജയിച്ചാൽ പിന്നെ ഇനി നമ്മൾ ഇവിടെ ജീവിക്കാൻ പറ്റും. ഭഗവാനെ തന്നെ ഒരു വിറ്റ് തുടങ്ങിയില്ലേ. പിന്നെ ഇനി നമ്മളത് പേടിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് ബുദ്ധിമുട്ടോ, ദൈവത്തെ വിളിക്കുന്ന ഓടി ദൈവത്തെയല്ലേ വിളിക്കുന്നത്, അതിനപ്പുറം വേറെ ആരെയും വിളിക്കാനില്ല. അവര് കട്ടുമുടിച്ച് തിന്നണമെന്ന് പറഞ്ഞാൽ പിന്നെ ഇനി നമ്മളിന്ന് ആരെ സമീപിക്കും? സ്വർണ്ണക്കൊള്ളയൊക്കെ തീർത്തും ഭക്തർക്ക് വലിയൊരു വിഷമമുണ്ടാക്കി. തീർച്ചയായിട്ടും 100%. പിന്നെ നമ്മളൊക്കെ 41 ദിവസത്തെ വ്രതം എടുത്തൊക്കെ കൊച്ചിയിൽ നിന്ന് തൊട്ട് പോയ ഒരു സംഭവത്തിൽ ഇവര് ഇങ്ങനെ സ്വർണ്ണമൊക്കെ മോട്ടിക്കൊണ്ട് പോണെന്ന് പറഞ്ഞു. അതില് കടകംപള്ളി സുരേന്ദ്രൻ അത് വലിയൊരു തിരിച്ചടിയായിട്ട് മാറും. തീർച്ചയായിട്ടും. ദേവസ്വം മന്ത്രിയും കൂടെ അല്ലേ ആയിരുന്നു. അപ്പം പുള്ളിയുടെ സത്യാവസ്ഥ പുള്ളിക്ക് കാണിക്കാറുണ്ടല്ലോ, ഒന്നും പറയാനില്ല. മനസ്സിലായില്ല, മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. കഴക്കൂട്ടത്ത് ഇനി ആര് എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു മറുപടി എന്താണ്? മറുപടിയേ ഉള്ളൂ, വി മുരളീധരൻ. അതെന്താണ് ഇത്ര ആത്മവിശ്വാസം? നരേന്ദ്രമോദി എന്നുള്ള ഒറ്റ ഫാൻസ് തന്നെയാണ്. നരേന്ദ്രമോദി എഫക്ട് ഒന്നും ഇപ്പൊ ഇല്ല എന്നുള്ള ഒരു അഭിപ്രായം കൂടെ വരുന്നുണ്ട്. നരേന്ദ്രമോദി ഇല്ല എന്നുള്ള എഫക്ട് ഉണ്ടാക്കുന്ന തീവ്രവാദികൾ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ ആരും പറയത്തില്ല. ഒരു രാഷ്ട്രസ്നേഹി ഒരിക്കലും പറയത്തില്ല നരേന്ദ്രമോദി എഫക്ട് ഇല്ല എന്ന്. തീവ്രവാദിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം അവർക്ക് തീവ്രവാദം വളർത്തണമെങ്കിൽ നരേന്ദ്രമോദി എഫക്ട് ഈ ഭാരതത്തിൽ നിന്ന് മാറണം, ഈ ലോകത്തിൽ നിന്നേ മാറണം നരേന്ദ്രമോദി എഫക്ട്. അതാണ് അവരുടെ ഉദ്ദേശം. ഈ സംസ്ഥാനം മുഴുവൻ നരേന്ദ്രമോദി എഫക്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും നരേന്ദ്രമോദി എഫക്ട് ആണല്ലോ ഇന്ന് ഇന്ത്യ ഇങ്ങനെ ആയതും വേൾഡിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. ഏത് രാജ്യം എടുത്ത് എന്ത് സംഭവിച്ചാലും ഭാരതം വന്ന് നരേന്ദ്രമോദി വന്ന് ഒന്ന് കോംപ്രമൈസ് ചെയ്ത് തരൂ എന്നല്ലേ ഏത് രാജ്യവും പറയുന്നത്. അതൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് ആ സന്തോഷവും നമ്മുടെ രാജ്യത്തിനോടുള്ള ആ ഒരു ഇത് നമുക്ക് മനസ്സിലാവും. ആ വ്യക്തി തന്നെ ഇത്രയും ഈ 70 കൊല്ലം കൊണ്ട് UPA ഭരണം ഉണ്ടായി, കുടുംബക്കാര് ഭരിച്ചു, എന്തായി? കട്ടുമുടിക്കുകയല്ലാതെ ഈ പാവങ്ങൾക്ക്. ആദ്യം നരേന്ദ്രമോദി വന്നോണ്ടേ ജനങ്ങൾക്ക്, പാവങ്ങളായ ജനങ്ങൾക്ക്, അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ഒക്കെ ടോയ്ലറ്റ് ഉണ്ടായി കൊടുത്തു. അവര് കക്കൂസ് ഉണ്ടായി പോകുന്നു. പക്ഷെ അത് ഒരു അമ്മയും 2 പെൺമക്കളും ഉള്ള അവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാനുള്ളായിരുന്നു. ഇന്നെന്തായി? ഗ്യാസ് കൊടുത്തു, വെള്ളം കൊടുത്തു. ഇപ്പൊ നരേന്ദ്രമോദിയെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അതായത്
പ്രതിപക്ഷം എന്ന് പറയുന്ന സാധനം ഇല്ല. ആ രീതിയായി. അപ്പൊ ഭരണമാറ്റം ഉണ്ടാകും തീർച്ചയായിട്ടും വി മുരളീധരൻ ജയിച്ചിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് കഴക്കൂട്ടത്തെ ഒരു ചായക്കടയിലാണ്. നമുക്ക് ചോദിച്ചു നോക്കാം ഏതുവരെ എത്തി, തിരഞ്ഞെടുപ്പ് അവസ്ഥയൊക്കെ എങ്ങനെയാണ് നിലവിൽ നോക്കാം. ഈ കഴക്കൂട്ടത്ത് ആര് ജയിക്കും ഇപ്രാവശ്യം? കഴക്കൂട്ടത്ത് ആര് നേടും? ചേട്ടാ ആര് നേടും കഴക്കൂട്ടത്തിന്? പറ്റില്ല. ജനങ്ങളുടെ ഒരു മനസ്സിൽ ജനങ്ങളെ തീരുമാനിക്കും, അവര് ചെയ്യും. നിലവിൽ MLA-യുടെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസൊക്കെ അതിനെക്കുറിച്ച് നമുക്കറിയില്ല. ഒരു ഭരണമാറ്റം ഇപ്രാവശ്യം ഉണ്ടാകും എന്ന് തോന്നുന്നു. ഭരണമാറ്റം ഇപ്രാവശ്യം ഉണ്ടാകും. അതൊന്നും കുഴപ്പമില്ല. അതാണ് പറഞ്ഞ അതെല്ലാം ജനങ്ങൾ തീരുമാനിക്കും. വോട്ട് ചെയ്യാൻ പോകില്ല ചേട്ടൻ? വോട്ട് ചെയ്യാം. അപ്പൊ ആര് വരണം എന്നൊരു ആഗ്രഹം അത് എനിക്കൊരു വോട്ടുണ്ട്. അത് എനിക്ക് എന്റെ ഇതിൽ ഞാൻ കൊടുക്കും. ആര് കൊണ്ടുപോകും? കഴക്കൂട്ടം ഇപ്രാവശ്യം ആര് കൊണ്ടുപോകും? ആര് കൊണ്ടുപോകും? ആര് കൊണ്ടുപോകും ചേട്ടാ? ഇപ്രാവശ്യം BJP. എന്തുകൊണ്ട് BJP? എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് നല്ല പ്രവർത്തനമാണ് അവരുടെ. പ്രവർത്തനമുണ്ട്. ഇപ്പൊ കുറച്ച് കയറി വരുന്നുണ്ട് BJP-യുടെ സ്ഥാനാർത്ഥി മുരളീധരൻ വരുന്നുണ്ട്. അവര് വരും. അവര് നമ്മള് ഇതെല്ലാം ഒന്ന് ആലോചിച്ചിട്ടിരിക്കുന്നുള്ളൂ. ഈ കഴക്കൂട്ടത്ത് ഒരു സ്ഥിതി എടുത്താൽ ഒരിക്കൽ UDF ആയിരുന്നു, പിന്നെ LDF ആയിരുന്നു. അപ്പൊ ഇനി അടുത്ത് BJP-ക്കാണ് സാധ്യത കൂടുതൽ. BJP-ക്കാണ് സാധ്യത. എന്തുകൊണ്ട് അങ്ങനെ? ഇപ്പൊ ഇപ്പോഴത്തെ ഭരണമൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ അവര് തീരുമാനിക്കണല്ലേ, നമ്മള് തീരുമാനിച്ച നടക്കില്ലല്ലേ. നമ്മളാണ് വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നത്. അതല്ല, അവര് എല്ലാത്തിനും ബിസിനസ് അല്ലേ. അപ്പൊ എന്തായാലും BJP കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ചേട്ടാ ആര് കൊണ്ടുപോകും? BJP ഉണ്ടാവും. എന്തുകൊണ്ട് BJP? ഒരു ഭരണമാറ്റം വരണ്ടേ? ഭരണമാറ്റം വേണം. LDF UDF മാറി മാറി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ പാർട്ടി വരട്ടെ. അതാണ് നമ്മളെ അഭിപ്രായം. പുതിയ പാർട്ടി പുരോഗമനം വരണം. മനസ്സിലായോ? ഒരു LDF ഇവിടെ ഒരു പുരോഗമനം ഇല്ല. ഇപ്പൊ വികസന കുറവുണ്ട്. ഉണ്ട്. ഇവിടെ പ്രത്യേകിച്ച് കുടിവെള്ള പ്രശ്നമാണ് മെയിൻ ആയിട്ടുള്ളത്. ഇതൊന്നും ഇവരാരും പരിഹരിക്കുന്നില്ല. അത് അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നില്ല. എടുത്തിട്ടുണ്ട്. ഇവിടെ സമരവും ചെയ്തിട്ടുണ്ട്. ഞങ്ങള് ഈ റോഡിൽ നിന്ന് സമരവും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഇതുവരെ ഫലമൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരു മാറ്റം വേണം. മാറ്റം തീർച്ചയായിട്ടും വേണം. മാറാത്തത് മാറണം. BJP ജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പുള്ളി കഴിഞ്ഞ കൂടി നല്ല രീതിയിലുള്ള പ്രകടനമായിരുന്നു. സാധ്യത നിലവിൽ കഴക്കൂട്ടം LDF UDF ഇങ്ങനെ മാറി മാറി ഭരിച്ചതാണ്. അപ്പൊ BJP വരാൻ ഒരു കടമ്പ ഉണ്ടാകും. ഒരു കടമ്പയില്ല. BJP ഇത്തവണ നല്ല രീതിയിൽ മുന്നേറും. ഇപ്പൊ നിലവിലെ MLA കടകംപള്ളി സുരേന്ദ്രനാണ്. എത്തിക്കാരനാണ്. പൊതുവെ എല്ലാ വീടുകളിലും രാഷ്ട്രീയ ഭേദമില്ലാതെ എത്തിക്കാരനാണ്. എന്നാലും സാധ്യത BJP കടകംപള്ളീധരനാണ്. ഈ കടകംപള്ളീധരൻ എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാർക്കും നല്ല എത്തിക്കാരനാണ്. പക്ഷേ ഇപ്പൊ സാധ്യത കൂടുതലും BJP. ചേട്ടാ ഈ സംസ്ഥാനം മുഴുവൻ ഈ ഒരു ഭരണമാറ്റം ഉണ്ടാകും. ഭരണം LDF-നും ഉണ്ടാവും. കഴക്കൂട്ടത്ത് BJP. UDF വരാനുള്ള സാധ്യത ഒരു 10% പോലും ഇല്ല. LDF-ന് വരാൻ സാധ്യത. ഇവിടെ ഈ IT ഹബ് എന്നൊക്കെയാണല്ലോ പൊതുവെ കഴക്കൂട്ടത്തിനെ കുറിച്ച് അറിയപ്പെടുന്നത്. അപ്പൊ സാധാരണ ജനങ്ങളിലേക്ക് വരുമ്പോ എന്തെങ്കിലും മാറ്റങ്ങൾ കഴക്കൂട്ടത്ത് വരേണ്ടതായിട്ടുണ്ടോ? നിങ്ങളെയൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊ? ഇപ്പൊ IT ഹബ് സാധാരണക്കാർക്ക് ഇപ്പൊ ഞാൻ സാധാരണക്കാരനാണ്. ആൾക്കാർ വരും. അല്ല, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരേണ്ടതായിട്ടുണ്ടോ ഇവിടെ കഴക്കൂട്ടത്ത്? ഉണ്ടാവുമല്ലോ. ഇപ്പൊ താനെ ഓട്ടോമാറ്റിക്കായത് ഗവൺമെന്റ് ആയാലും ഓട്ടോമാറ്റിക്കാ ഉണ്ടാവും. കാരണം മറ്റുള്ളവിടെ നിന്നുള്ള ഫണ്ടുകൾ പല രീതിയിൽ വരും. അങ്ങനെ ഫണ്ടുകൾ പല രീതിയിൽ വരുമല്ലോ. ഇപ്പൊ സർക്കാർ അല്ലാത്ത എല്ലാ രീതിയിലും അത് ഓട്ടോമാറ്റിക്കായത് ഗവൺമെന്റ് ആയാലും ഉണ്ടാവും. വോട്ട് ചെയ്യാൻ പോവല്ലോ. ഭരണമാറ്റം വേണോ? അയ്യോ എന്നെ എടുക്കണ. എങ്ങനെയുണ്ട് ഈ ഇലക്ഷൻ? സ്ഥാനാർത്ഥികളൊക്കെ വന്ന് തുടങ്ങിയോ? വന്നില്ല, ആരും വന്നില്ല. പര്യടനം ഒന്നും തുടങ്ങിയിട്ടില്ല. ഇപ്പൊ നമ്മൾ ഈ കഴക്കൂട്ടത്തിന്റെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഉള്ളിലോട്ട് ഒരു ഗ്രാമപ്രദേശത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? കുടിവെള്ള പ്രശ്നം അങ്ങനെ എന്തെങ്കിലും? കുട്ടികളുടെ ഇപ്പൊ കുഴപ്പമില്ല. പരിഹരിക്കപ്പെട്ടു. MLA പരിഹരിച്ചു. പറയാൻ പറ്റും. എങ്ങനെയുണ്ട് പോരാട്ടം കാണുമ്പോ എന്ത് തോന്നുന്നു? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയൊക്കെ വലിയൊരു വിഷയമായിട്ട് നിൽക്കുകയാണല്ലോ.
അപ്പൊ എന്തായാലും നമ്മളിപ്പോ സംസാരിച്ചത് ഈ കഴക്കൂട്ടത്തെ UDF സ്ഥാനാർത്ഥിയോടായിരുന്നു. നമുക്കറിയാം ഈ സംസ്ഥാനത്തെ മുഴുവൻ, അതായത് LDFന്റെ വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസാണ്. അത് ഈ ഒരു കഴക്കൂട്ടം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇവിടുത്തെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രൻ നിലവിൽ MLA ആണ്. അദ്ദേഹം ഈ കേസിൽ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു. അതൊരു വലിയ തിരിച്ചടിയായി മാറും എന്നുള്ള പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ UDFന് വലിയ ആത്മവിശ്വാസമുണ്ട്. ഈ പറയുന്നത് പോലെ LDFന്റെ ഒരു ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമാണ്. BJP മുന്നോട്ട് വരുന്ന ഒരു മണ്ഡലമാണ്. അവിടെയാണ് UDFനും അതേ ആത്മവിശ്വാസമുണ്ട് എന്ന് പറയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് LDF സർക്കാർ, അതായത് പ്രത്യേകിച്ച് കടകംപള്ളിക്ക് തിരിച്ചടിയാകുമോ ഈ ഒരു മണ്ഡലത്തിൽ ഈ തിരഞ്ഞെടുപ്പിൽ എന്നാണ് ഏറ്റവും വലിയൊരു ചോദ്യം. അതായത് നമ്മൾ സംസ്ഥാനത്ത് ഒരുപാട് മണ്ഡലങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ നോക്കുന്ന ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് കഴക്കൂട്ടം മണ്ഡലം. അപ്പൊ എന്തായാലും UDF സ്ഥാനാർത്ഥി വളരെയധികം സുപ്രതീക്ഷയിലാണ്, വിജയപ്രതീക്ഷയുണ്ട്. ഇനി കാത്തിരുന്ന് കാണാം.